അമ്മച്ചി നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് പിടിച്ചെണീപ്പിക്കടാ. അയ്യോ ഞാൻ ചത്തേ. ചക്ക വീണാ പോലും ഇത്ര ശബ്ദത്തിൽ വീഴത്തില്ല. നിന്ന് ചളിയടിക്കാതെ എന്നെ ഒന്ന് എണീപ്പിക്കടാ. നിങ്ങൾ എനിക്ക് എന്തോ നോക്കി നിൽക്കുക, എന്നെ ഒന്ന് പിടിച്ചെണീപ്പിക്കടി. കാവ്യേ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അവളോട് അടിയുണ്ടാക്കിയത്, അതിന് നന്ദിയെങ്കിലും കാണിക്കടി. ഓ, ഇരുന്ന് പ്രസംഗിച്ചത് മതി, ആ കൈ ഇങ്ങോട്ടേക്കൊന്ന് തരുവോ? ഓ ഭാഗ്യം എന്നെ കയറി നിൽക്കാത്തത്, അല്ലേ ഇപ്പൊ അവന്റെ സ്ഥാനത്ത് ഞാനുണ്ടായേനെ. അല്ല, നീ പോയി ചെനിയോട് വഴക്കുണ്ടാക്കിയേ? അല്ലെങ്കിൽ അവക്ക് രണ്ടെണ്ണം കിട്ടേണ്ടതായിരുന്നു, എന്തായാലും കണക്കായി പോയി. അതിനെ പറ്റിയൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ആരെങ്കിലും എന്നെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കൊണ്ടുയിരുത്തൂ. അയ്യോ എന്റെ നടു. രണ്ടും വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോവാം, എന്നിട്ട് വല്ലതും തട്ടാം. അത് മതി, എനിക്ക് നല്ല വിശപ്പുണ്ട്, നമുക്ക് പോവാം. നമുക്കെന്നാ പോവാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, നമ്മുടെ പുതിയ വീട് കാണാൻ. എല്ലാരും പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ? അവിടെ പോയിട്ട് വേണം എനിക്കൊന്ന് സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ. അതെ, ഇവിടെ സംസാരിച്ചോണ്ടിരുന്ന നമ്മൾ ഇന്ന് അവിടെ എത്തത്തില്ല. വാ, ഇറങ്ങാൻ നോക്കാം. വാ, നല്ല അടിപൊളി വീട്, വാ നമുക്ക് അകത്ത് കയറി നോക്കാം. ഇവിടെ ചുറ്റിനും വീടുകളുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ടായി. അതെ, 2 days കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ കുറച്ച് പെൻഡിങ്ങിന് സ്റ്റേ ചെയ്യാൻ വരുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ ഒന്ന് സൂക്ഷിച്ചോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ശരിക്കും അതെ, ഗേൾസ് ആണോ ബോയ്സ് ആണോ സ്റ്റേ ചെയ്യാൻ വരുന്നേ? ആവോ, എനിക്കൊന്നും അറിയത്തില്ല, അങ്കിളിക്ക് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. എന്തുവാ കാവ്യ, അതൊക്കെ ഒന്ന് ചോദിക്കണ്ടേ? ഓ എന്റെ കോഴി, 2 ദിവസം കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, പറയാലോ ബോയ്സ് ആണോ ഗേൾസ് ആണോ അത്. ഇത്രയും നേരായിട്ട് എന്താടി അവിടെ ആരും വരാത്ത? ഇനി വരില്ലേ? ഡേഡി, ഒരു കാറ്. Cause they hope I'm a bitch, I'm a boss, I'm a bitch and a boss, I'ma shine like glass, I'm a bitch, I'm a boss, I'm a bitch and a boss, I'ma shine like glass, I'm a bitch, I'm a boss, I'm a bitch and a boss, I'ma shine like glass, I'm a bitch, I'm a boss, I'm a bitch and a boss, I'ma shine like glass. Bitch, I'm the after, you been the before, I've been the stallion, you been the seahorse, don't need a report, don't need a press run, all of my bad pics been all my best ones, I wear the hat and I wear the pants, I am advanced so I get advanced and I do my dance and cancel the plans, said boo don't be mad cause you had a chance. Yeah, said I took it and I ran for it. I run it and I stand on it. Money on the floor when we dance on it. Shine bright when I put a 10 on it. Said I took it and I ran for it. I run it and I stand on it. Money on the floor when we dance on it. Shine bright when I put a 10 on it. I'm a bitch, I'm a boss, I'm a bitch and a boss, I'ma shine like glass, I'm a bitch, I'm a boss, I'm a bitch and a boss, I'ma shine like glass, I'm a bitch, I'm a boss, I'm a bitch and a boss, I'ma shine like glass, I'm a bitch, I'm a boss. അയ്യോ, ഈ കഴിഞ്ഞ 2 ദിവസം എന്തായിരുന്നു ഇവിടെ? അവസാനം പകലായി ശവമായി. ശവത്തെ കുത്താതെ എണീറ്റ് പോടിയല്ലോ. എടി, നീ ഇന്നലത്തെ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തോ? ആടി, അത് ഞാൻ ഇന്നലെ വന്നപാടെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഹേ ഗേൾസ്, എന്നാലും
നോക്കാതെ ഇങ്ങോട്ട് കൂടി ഒന്ന് നോക്ക്, അപ്പൊ മനസ്സിലാവും എവിടെയാ കണ്ടതെന്ന്. ഇവര് രണ്ടും എന്താ ഒരച്ചിലെ വാർത്ത പോലെ ഇരിക്കുന്നത്? ഓ, അപ്പൊ ഈ ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് പറയുന്നത് ശരിയാണില്ലേ? ഓ, ഇത് കഴുതുകളെ ആങ്ങളെയും നിങ്ങളും ആടി. അല്ല, എന്റെ കുഞ്ഞാരേട്ടന്റെ സസ്പെൻഷനൊക്കെ കഴിഞ്ഞാവോ? ഓ പിന്നെ കഴിഞ്ഞു. അതല്ലേ ഞാനിപ്പോ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നേ. ഓ, അപ്പൊ അടുത്തത് വാങ്ങാനുള്ള വരവായിരിക്കില്ലേ ഇത്? ഓ അതിപ്പോ പ്ലാനൊന്നുമില്ല. പിന്നെ ഇനി മുന്നോട്ട് എങ്ങനെയാ നോക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം. ഞാനിപ്പോ ക്ലാസ്സിൽ പോട്ടെ, ടൈമായില്ലേ, നിങ്ങളും പോവാൻ നോക്ക്. ഡാ ജോയലെ. ഓ, നീയായിരുന്നോ? അല്ല, സസ്പെൻഷനൊക്കെ ഇപ്പൊ കഴിഞ്ഞു. മിണ്ടി പോകരുത് പട്ടി, ഒറ്റ കൊടുത്തിട്ടാവുന്ന പ്രസംഗിക്കുന്നത് തോണ്ടി. ഓ, നീ അത് ശരിയറിയാം. ഒരു 10 ദിവസത്തെ സസ്പെൻഷൻ ഇല്ലേ, ഡിസ്മിസലൊന്നുമില്ലല്ലോ. പിന്നെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെയെല്ലാം ഒന്ന് ഒറ്റേണ്ടി വന്നു. അതിനാണോ നീ ഇയാളെ ദേഷ്യപ്പെടുന്നത്? ഒന്ന് ക്ഷമി. അവൻ്റെ ഒരു പ്രത്യേക സാഹചര്യം മാങ്ങാത്തൂലി എന്നെക്കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കണ്ട. അടിയുണ്ടാക്കാൻ മുന്നിൽ നിന്നിട്ട് പോറ്റു കൊടുത്തിട്ട് ഓ, നീ അങ്ങ് ക്ഷമിക്ക്. ഒരു 10 ദിവസത്തെ കാര്യമില്ലായിരുന്നോ? വേറൊന്നുമില്ലല്ലോ. നീ വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോവാം, വല്ലതും തട്ടാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. രാവിലെ ഒന്നും കഴിക്കാണ്ട് നേരെ കോളേജിലേക്ക് വന്നതാ. ഹലോ ആർമീസ്, എനിക്കറിയാം ഇപ്പോൾ നിങ്ങളിൽ പലർക്കും എന്നെ തൂക്കിക്കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവുമെന്ന്. എന്ത് ചെയ്യാനാ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എക്സാമൊക്കെ ആയിരുന്നു എന്ന്. അതെ, എക്സാമൊക്കെ ആയിരുന്നു. പിന്നെ ചെറിയൊരു പനി, ആകെക്കൂടെ മൊത്തത്തിൽ ബിസി ആയിരുന്നു. പിന്നെ തീരെ വയ്യായിരുന്നു. പനിയായി കിടപ്പിലായി. പിന്നെ കട്ടിയിൽ നിന്ന് എണീക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പിന്നെ പനിയൊക്കെ മാറി മെല്ലെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാൻ വിചാരിച്ച് വന്നപ്പോൾ നോക്കുമ്പോൾ എക്സാമും തുടങ്ങി. പിന്നെ പഠിക്കേണ്ട ഓരോരോ കാര്യങ്ങളും കൊണ്ട് ഫോൺ തൊടാനേ അമ്മ സമ്മതിക്കുന്നില്ലായിരുന്നു. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യും കാലും വെട്ടിയൊടിച്ച് വീട്ടിൽ കൊണ്ടിടും. അതായിരുന്നു കുറച്ചൊക്കെ ലേറ്റായി. പിന്നെ ഈ വീഡിയോക്ക് തീരെ ലെങ്ത് ഇല്ലാന്നും എനിക്ക് നന്നായിട്ടറിയാം. കാരണം നമ്മുടെ തേപ്പയുടെ ബർത്ത്ഡേ ഒക്കെ ആണല്ലോ വരുന്നത്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? അതെ, അപ്പം നമുക്കന്നൊരു 1 ഷോട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് എഡിറ്റിങ്ങിലൊക്കെ ആയിരുന്നു ബിസി. അപ്പം ഈ വീഡിയോ കുറച്ചായിട്ട് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്ത് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ടിടാന്നൊക്കെ വിചാരിച്ചത്. ബട്ട് ടൈം എവിടെ കിട്ടുന്നു? ഇനിയിപ്പോൾ ബർത്ത്ഡേക്ക് ആകെ 7-8 ദിവസം കൂടിയുള്ളൂ. അതിനുള്ളിൽ ആ 1 ഷോട്ടും ചെയ്ത് തീർക്കണം. അതിപ്പോൾ ഞാൻ ചെയ്ത ആകെ 2-3 മിനിറ്റ് എഡിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയും കുറേ ചെയ്യേണ്ട. 1 ഷോട്ട് ആയം കൊണ്ടാ. അല്ലേ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. താങ്ക് യു, ബൈ ബൈ. നെക്സ്റ്റ് 1 ഷോട്ടിൽ കാണാം.